നേരം ഞാൻ വെറുതെ നിന്നപ്പോ ഈ ഫോണിന് ബെല്ലടിക്കണ്ട. ഒരു ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോ കൊണുകൊണകൊണാന്ന് വിളിക്കണ്. കഷ്ടം തന്നല്ല ഭഗവാനെ. സുലോചനെ, എന്തോന്നടി വിശേഷം? ഓ ഇളയവൻ ജോലിക്ക് പോയടി. ബിവറേജില് ജോലിയല്ലേ, അവൻ നേരത്തെ പോയി. മൂത്തവനാ എവിടെയെങ്കിലും തെണ്ടി തിരിഞ്ഞ് കിടപ്പുണ്ടടി. ഓ അവൻ ആര് പെണ്ണു കൊടുക്കാനടി? ജോലിയും കൂലിയില്ലാത്ത മൂത്തവൻ എങ്ങനെ ആര് പെണ്ണു കൊടുക്കും? ഇളയവനൊരു കല്യാണാലോചനയൊക്കെ വന്ന് ഇന്ന് വൈകുന്നേരം കുടുംബശ്രീ വരുമ്പോ ഞാൻ പറയാൻ കേട്ടാ. വെക്കേട്ടാടി. അയ്യോ അമ്മ, അമ്മയുടെ കയ്യിലെന്തോ പറ്റി? അമ്മയുടെ കയ്യിലെന്തോ പറ്റി? പറ. കയ്യിൽ എന്തൊരു പറ്റിയെന്നാ? രാത്രി ആവുമ്പോ നിനക്കൊക്കെ തിന്നാൻ വേണ്ടി വെച്ച് വിളമ്പി തരണ്ടേ? അത് തന്നെ ഇത്. അപ്പൊ ഇന്ന് രാത്രി ഫിംഗർ ചിപ്സ് അല്ലേ? പൊളിച്ച്. ഈ ഫിംഗർ എടുത്ത് നിന്റെ മോന്തയിലൊന്നും തന്നോണ്ടല്ല. എന്താ ഇങ്ങനെയൊക്കെ പറയണത്? നീ എവിടെ പോയിരുന്നോ ഇത്ര നേരം? ഞാൻ ഡോഗ് ഷോ ഉണ്ടായിരുന്നു. ഡോഗ് ഷോ. ഡോഗ് ഷോയാ? അതെവിടെ? അപ്പോഴത്തെ സർല ചേച്ചിയുടെ പട്ടിയില്ലേ, അതിനെ ഇന്ന് കെട്ടിയിട്ടില്ലായിരുന്നു കേട്ടാ. അറിയാതെ ചെന്ന് കയറി കൊടുത്ത് അറഞ്ഞ പുറഞ്ഞ കീറി അങ്ങ് വിട്ട്. ഓ പേ ഉള്ളതാണോ എന്തോ? 1 രൂപ പേ ചെയ്തില്ല. ഫ്രീ ആയിട്ട് കടിച്ചാൽ അതങ്ങ് പോവുകയും ചെയ്യും. നീ എവിടെ പോയിരുന്നോ ഇത്ര നേരം? അമ്മ, എന്റെ കൂടെ പഠിച്ച അല്ലമീന്റെ കല്യാണമായിരുന്നു. 46 വയസ്സ് കഴിഞ്ഞവന്. കൂടെ ഉള്ള പിള്ളേർക്കൊക്കെ കല്യാണമായി. നീ ഇങ്ങനെ പട്ടിടിയും കൊണ്ട് നടടാ. എനിക്ക് അവന്റെ കല്യാണത്തിന് പിന്നെ എന്നെ വിളിച്ചാ എനിക്ക് പോണ്ടേ? മക്കളെ, ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട്. ഓ അങ്ങ് UK നേഴ്സാണ് പെണ്ണ്. തന്നെ കൊറേ ഇഞ്ചക്ഷൻ ചെയ്ത് മരിക്കും ഞാൻ. ചെറുക്കന് താല്പര്യം ഉണ്ടെങ്കിൽ ചെറുക്കനെയും കൂടെ അങ്ങ് കൊണ്ടുപോവാനാണ് പദ്ധതി. പറന്നു പോവാം. ഭഗവാനെ, എന്റെ മക്കളെ സഹോദര സ്നേഹം കണ്ട. ഇളയവന് കല്യാണം എന്ന് പറഞ്ഞപ്പം മൂത്തവന്റെ ഒരു സ്നേഹം നോക്കിയാണ്. ആരാ കല്യാണം എന്ന് പറഞ്ഞത്? നിന്റെ അനിയ സുരേഷിന്റെ കല്യാണം. അപ്പൊ എന്നെ കെട്ടിക്കണ കഥയല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നത്? നിന്നെ കെട്ടിക്കണ കേട്ടാടാ. നിന്നെ കെട്ടിച്ച നീ എന്തോ എടുത്ത് കൊടുക്കോടാ? എല്ലാ മാസം 1-ാം തീയതി അവൾ എന്താവശ്യപ്പെടുവോ അത് അവക്ക് ഞാൻ ചെയ്തു കൊടുത്തു. 1-ാം തീയതി വല്ലത് വാങ്ങിച്ചു കൊടുക്കാൻ നിന്റെ കയ്യിൽ പൈസ ഉണ്ടാടാ? എന്റെ പൈസ ഇല്ല, ജോലിയും കൂലിയില്ല എന്നറിയാല്ല. പിന്നെ എന്തിനീ നാണം കേട്ട ചോദ്യം ഇങ്ങോട്ട് ചോദിക്കണത്? എന്റെ അനിയന് 1-ാം തീയതി ശമ്പളം കിട്ടുമോ? അവന്റെ ശമ്പളത്തിൽ നിന്ന് മാറ്റി ഞാൻ എന്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും കൊടുക്കും. മനസ്സിലായ? അയ്യോ, നാണം ഉണ്ടാടാ നിനക്ക്? നാണം ഇല്ലെന്ന് അറിയാല്ല. നാണമില്ലാത്ത ഒരേ ഒരു സ്ത്രീ നിങ്ങളാണ്. അറിയാമോ? എന്ത്? നാടൊട്ടൊക്കെ മുഴുവൻ ചെന്ന് നടന്ന് കല്യാണാലോചിക്കണ്ട ഇളയ മോന് വേണ്ടി. എന്റെ പൊന്ന് മനേഷ, നമ്മളെ നാട്ടിൽ ഇങ്ങനെയാണ്. മൂത്തവൻ ഇങ്ങനെ ദാണ്ട ഇങ്ങനെ നിൽക്കുന്നു. നിങ്ങളൊക്കെ വീട്ടിൽ എങ്ങനെയാണ്? മൂത്തവനെ നിർത്തിക്കൊണ്ട് ഇളയ മോനെ കെട്ടിക്കുവോ? ഒരു പേരിന് വേണ്ടി ഒരു നല്ല പെണ്ണിനെ എനിക്ക് ഒന്നും കൊണ്ട് കാണിക്കാത്തത്. ഞാൻ കല്യാണാലോചന കൊണ്ടുപോയില്ലേടാ? കഴിഞ്ഞ ഞായറാഴ്ച ആലപ്പുഴ നിന്നെ ഞാൻ കല്യാണാലോചന കൊണ്ടുപോയില്ലേടാ? അവിടെ ചെന്ന് നീ എന്തൊക്കെ വരുത്തി വെച്ചടാ? അവിടെ ചെന്ന് പെണ്ണിന്റെ തന്ത പറഞ്ഞ് ചെറുക്കനും പെണ്ണിനും കൂടെ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ മാറിയിരുന്ന് സംസാരിക്കാൻ. ഇവൻ പെണ്ണിന്റെ മുറി കയറിയിരുന്നിട്ട് ചോദിക്കല്ലേ, തിരിച്ചു പോവാൻ വണ്ടിക്കൂലിയില്ല, കയ്യിൽ കാശായിട്ടാണെങ്കിൽ കാശ് മതി, അല്ലെങ്കിൽ കഴുത്തി കിടക്കണ മാല ഒരു പണയം വെക്കാൻ തരുമോന്ന്. അത് എന്റെ നിവൃത്തികേട് കൊണ്ട് ഞാൻ ചോദിച്ചു പോയി. എടാ, ഒരു കല്യാണം കഴിക്കണ പെണ്ണിന്റെ അടുത്ത് ചോദിക്കാൻ പറ്റിയ ചോദ്യങ്ങളാണോടാ നീ ചോദിച്ചത്? എന്തോന്നു കുഴപ്പം? അവരിങ്ങോട്ട് തരണേല് കുറച്ച് തന്നാ പോരെ, ലാസ്റ്റ് ബാക്കി പോരെ. അവസാനം ഞാൻ കയ്യും കാലും പിടിച്ചിട്ടാണ് അവര് തരണേല് കുറച്ചൊക്കെ നിനക്ക് തന്നത്. അയ്യേ, വലിയ കാര്യം തന്നെ. അമ്മ ഒരു 300 രൂപ താമ. ഞാൻ നോട്ട് കിടന്ന് കണക്ക് കെഞ്ചി ചോദിക്കല്ലോ, ഒരു 300 രൂപ താമ. നിനക്കെന്താ 300 രൂപ? സുമതി വളവ് കാണാൻ എല്ലാരും പോണു, എന്നെ മാത്രം പോകും. സ്വന്തം തള്ളേരെ നടുവിന്റെ വളവ് അവന് കാണണ്ട. അങ്ങ് എവിടെ കിടക്കണ സുമതിയുടെ വളവ് അവന് കാണുന്നു. ഞാൻ പറഞ്ഞു ചുമ്മാ എന്റെ മണ്ട കെട്ട് കയറാൻ വരാതെ ആവശ്യമല്ല. അമ്മ, 1 മാസത്തേക്കുള്ള സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അരിയൊക്കെ വാങ്ങിച്ചാടെ? അരി മേടിച്ച് അടുക്കളയുടെ അവിടെ വെച്ചിട്ടുണ്ട്. പലചരക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ചാ? പലചരക്ക് സാധനങ്ങളെല്ലാം ഉണ്ട്. അമ്മയുടെ എണ്ണയും കുഴമ്പോ അതെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. പച്ചക്കറിയൊക്കെ വാങ്ങിച്ചാടെ? എന്നെ കൊണ്ട് പച്ച തെറി വിളിപ്പിക്കരുത്. ഈ വീട്ടിലെ മൂത്ത ചേട്ടൻ നിങ്ങളാണ്. അപ്പൊ ഈ സാധനങ്ങളെല്ലാം നിങ്ങളല്ലേ മേടിച്ചു വെക്കേണ്ടത്? ജോലി ഇല്ലെന്ന് അറിഞ്ഞൂടെ, പിന്നെ എന്തിനു ചോദിക്കണം? എന്നാലും പണിക്ക് പോകാൻ വയ്യെന്ന് പറയരുത്. അനിയന്റെ ശമ്പളത്തിൽ ഇങ്ങനെ ജീവിച്ചോണം. ഇന്ന് ശമ്പളം കിട്ടുന്ന ദിവസമായിരുന്നു. മൊത്തം ശമ്പളം ഞാൻ അമ്മയെ തന്നെ ഏൽപ്പിക്കുകയാണ്. പൊന്നു മക്കള്. മക്കളെ, ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട്. കൺഗ്രാചുലേഷൻസ്. അവനല്ല, നിനക്ക്. കൈവിട് അമ്മ. അതെന്താ അമ്മ അങ്ങനെ? ചേട്ടൻ ഇരിക്കാൻ നേരത്തെ അനിയൻ കല്യാണം കഴിക്കുന്നത് ശരിയാണ്? അതെന്തൊരു സംസാരം? അത് പറഞ്ഞത് തെറ്റിപ്പോയി. ചേട്ടൻ നിൽക്കുമ്പോഴെന്നല്ലേ പറയാനുള്ളത്? ചേട്ടാ ഇപ്പൊ ഇരിക്കുവല്ലേ, അതുകൊണ്ടാണ്. അങ്ങനല്ലേ പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ കുറച്ചേരം കഴിച്ചു നിന്നാലോ? ഇവിടെ നിൽക്കണ്ട, അങ്ങോട്ടെങ്ങനെ പോയി നിൽക്കില്ല. അമ്മ, എനിക്കിപ്പൊ കല്യാണം വേണ്ടമ്മ. കാരണം ഞാൻ ഇത്തിരിയുടെ ഒന്ന് സെറ്റിൽഡ് ആയിട്ട് മതി എനിക്ക് കല്യാണം തുടങ്ങാൻ എന്റെ ആഗ്രഹം. കല്യാണം വേണ്ടേ? എനിക്കിപ്പോ കല്യാണം വേണ്ട. കല്യാണം വേണ്ടേ? അമ്മ, അവന് കല്യാണം വേണ്ടെന്ന്. എനിക്ക് കെട്ടിച്ചാമ, എനിക്ക് കെട്ടിച്ചാമ, എനിക്ക് പെട്ടെന്ന് കെട്ടിച്ചാമ. ഞാൻ കെട്ടിക്കോളാം. നീ എന്താ ഓന്തിന്റെ ജന്മോടെ? എടാ, നേരത്തെ നീ പറഞ്ഞായിരുന്നു അവരൊക്കെ എനിക്ക് കല്യാണം വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പഴെന്തിനാ മാറ്റി പറയണത്? അല്ല, ഞാനായിട്ട് എന്തിനാണ് ഒരു പെണ്ണിന്റെ ജീവിതം ഒരു കുഴിയിലോട്ട് തള്ളി വിടുന്നതെന്ന് ഓർത്ത്. മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം, ഇങ്ങോട്ട് വാ. അതായത് ചേട്ടന്റെ ചെലവുകൾ മൊത്തം നോക്കുന്ന ആരാണ്?
ഇനി ചേട്ടനെ ഒരു പെണ്ണിനെയും കൂടെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ട് വന്നിട്ട് ഇനി അതിന്റെ ചെലവും കൂടെ ഞാൻ നോക്കണം. അതിലും നല്ലത് ഞാൻ ആ പെണ്ണിനെ കല്യാണം കഴിച്ച് അതിന്റെ ചെലവ് ഞാൻ നോക്കുന്നതല്ലേ നല്ലത്. ഉളുപ്പുണ്ടാ? എന്താടാ ചോദിച്ചാ? ഉളുപ്പുണ്ടോന്ന് നീ എന്റെ മുഖത്തൊക്കെയാണോ ചോദിച്ച ഉളുപ്പ്? അല്ലാതെ വേറെ ആരെങ്കിലും ചോദിച്ചാലും കുഴപ്പമില്ലായിരുന്നടാ. നീ എന്റെ മുഖത്തൊക്കെ ഉളുപ്പുണ്ടാന്ന് ചോദിച്ചു. ഞാൻ നീർന്ന് കേട്ടാ ഇവിടെ നീർന്ന് ചോദിച്ചേട്ടാ ഉളുപ്പുണ്ടാന്ന്. എടാ നമ്മൾ കൊച്ചിൽ അങ്ങനെയാടാ കളിച്ചു വളർന്നത്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച നീ ചുമ്മാ ഉളുപ്പുണ്ടാന്ന് ചോദിച്ചു. ഉളുപ്പ് ചേട്ടാ സംഭവം വർക്കൗട്ടായി. ആ പെണ്ണെ കൊണ്ട് എന്നെ കെട്ടിക്കും. പറ. സംഭവം ഈ വീട്ടിൽ 2 മുറിയാണുള്ളത്. അതിന് ഒരു മുറിക്കകത്ത് അമ്മ കിടക്കും. ഒരു മുറിക്കകത്ത് ഇനി കല്യാണം കഴിഞ്ഞാൽ ഞാനും അവളും കൂടെ കിടക്കും. പറഞ്ഞു വരുന്നത് ചേട്ടൻ ഒരു വാടക വീടെടുത്ത് മാറണം, അല്ലെങ്കിൽ വീടിന്റെ തിണ്ണേ കിടക്കണം. വെൽ പ്ലാനിങ്ങടെ തള്ളയ മോനും കൂടെ. അല്ലാതെ ഭയങ്കര പ്ലാനിങ് തന്നെ. എല്ലാ വീട്ടിലും ഇതൊക്കെ തന്നെ. എടാ ചേട്ടൻ നിൽക്കുമ്പം അനിയൻ കല്യാണം കഴിച്ചെന്നുള്ള പേര് ദോഷം ഉണ്ടാവണേക്കാളും ചാവണതാണ്ടാ നല്ലത്. ചാവണാണ് നല്ലത്. ആണല്ലേ? നിങ്ങളെ ചെവിയിൽ എന്ത് ഗുരുവായിട്ട് വെച്ചേക്കണ തൂങ്ങിച്ചാവും. ഞാൻ അറിയാ, ഞാൻ തൂങ്ങിച്ചാവും. കാണിച്ചു തരാടാ നിനക്കൊക്കെ. തൂങ്ങിച്ചത്ത് കാണിച്ചു തരാം. അമ്മ ഇതൊക്കെ അമ്മ എന്തുമാത്രം കേട്ടിട്ടുണ്ടോ? ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. അമ്മ അപ്പൊ നമ്മള് ഞായറാഴ്ചയാണല്ലേ ഓ ഞായറാഴ്ച മക്കളെ. ഞായറാഴ്ച എന്ന് പറയുന്നത് കുഴപ്പമില്ല, ഞാൻ ലീവ് എടുക്കാം. ശകലം സ്പേസ് തരൂ. ഞാൻ തൂങ്ങിച്ചത്ത് കാണിച്ചു തരാം. മനസ്സിലായ? ഞാൻ തൂങ്ങാൻ പോണ്. മനസ്സിലായ? ഞാൻ തൂങ്ങും. എന്തരടാ ഈ ഞായറാഴ്ച ഞാൻ അമ്മക്ക് പുതിയൊരു സാരി മേടിച്ചു തരും. സാരി ഒന്നും വേണ്ട മക്കളെ, സെറ്റും മുണ്ടും മതി. അമ്മ പട്ട് സാരി ഉടുത്തോണ്ട് പോകുന്നതാണ് അതിന്റെ ഒരു ഇത്. അമ്മ നല്ല അടിപൊളി സാരിയൊക്കെ ഉടുത്തോണ്ട് വരുന്നതാണ് എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം. ശകലം സ്ഥലം തരൂ. ആ വയറും തള്ളി പിടിക്കും. ഞാൻ തൂങ്ങാൻ പോകുന്നു. കാണിച്ചു തരാം. ഞാൻ എന്ത് ഡ്രസ് ഇടും മക്കളെ? ജുബ്ബയും മുണ്ടും കൊടുത്താൽ മതിയടാ. അയ്യോ, ഞാൻ അങ്ങോട്ട് പോകുന്നത് ജുബ്ബയും മുണ്ടുമാണ്. ഞാൻ നല്ല ജീൻസ് അതുപോലെ ടീഷർട്ടൊക്കെ ഇട്ട് വരുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. പെണ്ണിന് പെട്ടെന്ന് കണ്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. അതെല്ലാം ഏറ്റവും നല്ല. ഒതുങ്ങും അമ്മ. ഞാൻ തൂങ്ങാൻ പോണം. തൂങ്ങിച്ചത്ത് കാണിച്ചു തരാടാ. നിനക്കൊക്കെ എന്റെ ശവം. ചേട്ടൻ എന്തായാലും വരുന്നില്ല. കൂടെ ആരെങ്കിലും കൊണ്ടുപോണ്ടേ? മോനെ കൊണ്ടുപോയാലോ മക്കളെ? അത് നല്ലതാണ്. ഒരു സെക്കൻഡ്. തൂങ്ങിയില്ലേ? ഇല്ല. ചത്തല്ലേ ഇതുവരെ? ഇല്ല. ചേടാ, ഞങ്ങൾ എന്തുമാത്രം നേരം വെയിറ്റ് ചെയ്യുന്ന ഇപ്പൊ തൂങ്ങുന്ന് പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. ഞാൻ എന്തുണ്ടാ തൂങ്ങണത്? എടാ ചത്താലും അന്തസ്സോടെ തൂങ്ങാൻ നിൽക്കണവനാണ്. മനസ്സിലായ? അങ്ങനെ ഈ കസേര ആരാടാ വാങ്ങിച്ചത്? അത് ഞാൻ വാങ്ങിച്ചിട്ട് നിന്റെ പൈസ കൊടുത്ത് വാങ്ങിച്ച തന്നെ. നിന്റെ പൈസ കൊടുത്ത് വാങ്ങിച്ച കസേരയുടെ മണ്ട കയറി ഞാൻ തൂങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ചത്തു കഴിഞ്ഞാൽ അവിടുത്തെ നാട്ടുകാർ എന്തോ പറയും? അനിയൻ വാങ്ങിച്ചിട്ട കസേര കയറി ചേട്ടൻ തൂങ്ങി ചത്തെന്ന് പറയും. അങ്ങനെ നീ ഫേമസ് ആവണ്ട. ഇറങ്ങി പോടോ. എന്താ പറഞ്ഞത്? ഒന്ന് ഇറങ്ങി പോകാൻ. ചേട്ടന്റെ മുഖത്തേക്ക് ഇറങ്ങിപ്പോവാൻ? ഇറങ്ങി പോകാൻ തന്നെ പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവുകയാണ്. പുറപ്പെട്ടു പോവുകയാണ്. എങ്ങോട്ടെങ്കിലും പുറപ്പെട്ടു. പിന്നല്ലാതെ അമ്മ പോണെങ്കിൽ പോട്ടെ. നമ്മളെന്തിനാ അതിനകത്ത് പേടിക്കുന്നത്? ഹലോ, തിരിച്ച് വിളിക്കരുത്. വരൂല. ഞങ്ങളാരും തിരിച്ചു വിളിച്ചില്ലല്ലോ. വിളിച്ചില്ലേ? ഇല്ല. രമേശ് എന്ന് വിളിക്കണല്ലോ. ആരും വിളിച്ചില്ല. ഇല്ലേ? ഇല്ല, വിളിച്ചില്ല. തോന്നിയായിരിക്കും. അമ്മ, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് നല്ല അടിപൊളി കുഴിമന്തി മേടിച്ചോണ്ടാണ് വന്നത്. പിന്നെ സുഭാഷ് ഹോട്ടലിൽ. സുഭാഷിന്റെ ഹോട്ടലിൽ നിന്ന് കുഴിമന്തി വാങ്ങിച്ച മക്കളെ. പൊന്നമ്മ, സുഭാഷിന്റെ ഹോട്ടലിൽ എന്തൊക്കെ കുഴിമന്തിക്കകത്ത് ഉണ്ടെന്ന് അറിയാവാ? മുട്ടയിട്ടാ, പപ്പടം ഉണ്ട്, അച്ചാറുണ്ട്, മയോണീസ് ഉണ്ട്, നല്ല കിടുക്കാച്ചി സലാഡുണ്ട്. പോടാ. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത അറിയാമോ? ഇതിനകത്ത് അൽഫാമാണ്. പക്ഷെ ഈ അൽഫാം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെരിപ്പെരി അൽഫാമാണ്. ഈ പെരിപ്പെരി എന്ന് പറഞ്ഞാൽ നല്ല മുരുമരാന്നിരിക്കും. പോടാ. അമ്മച്ചി, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 3 പീസ് മേടിച്ചോണ്ടാണ് വന്നത്. ഇപ്പൊ ഒരു പീസ് ഒരു കാര്യം ചെയ്യാം. നമ്മുടെ സർല ചേച്ചിയുടെ വീട്ടിലെ പട്ടിയില്ലേ, അതിന് കൊടുത്തേക്കാം. അപ്പൊ സർലയുടെ പട്ടി എന്നെ മനഃപൂർവ്വം കടിച്ചതല്ല. ഇവൻ കുഴിമന്തി വാങ്ങിച്ചു കൊടുത്ത് എന്നെ കൊണ്ട് കടിപ്പിക്കുന്നതാണ്. വേറെ മനസ്സിലായാ? കിട്ടിയാ നല്ല വാഴയില അങ്ങ് വെട്ടി നിരത്തിയിടണം. അതിനകത്തോട്ട് ഈ കുഴിമന്തി മൊത്തം അങ്ങ് തട്ടണം. ഈ ആവി ഇങ്ങനെ പറക്കും. അതിനകത്തോട്ട് നേരെ അൽഫാം എടുത്ത് അങ്ങോട്ട് വെച്ചിട്ട് ഈ മയോണീസ് അങ്ങ് ഒഴിക്കും. ഇതെല്ലാം കൂടി ഇങ്ങോട്ട് കുഴച്ച് ആ പെരിപ്പെരിയുടെ ഒരു കഷ്ണം കൊണ്ട് എടുത്തിട്ട് ഈ മയോണീസ് ഇതെല്ലാം കൂടെ കൂട്ടി നേരെ. എനിക്ക് വേണം കുഴിമന്തി. എനിക്ക് വേണം കുഴിമന്തി. അല്ല, കുഴിമന്തി വേണ്ട, പോവാന്ന് പറഞ്ഞു. ഇല്ല, വേണം. എടാ, നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആധാരത്തിനടുത്ത് അത് കാണിക്കാമോ? അമ്മ, അന്നം എന്ന് പറഞ്ഞാൽ ദൈവമാണോ? ദൈവം അറിയാമോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒറ്റ ചോദ്യം. കുഴിമന്തി കഴിക്കടാ, കല്യാണം കഴിക്കടാ? കല്യാണമന്തി. അല്ല, മന്തിക്കുഴി. അല്ല, ഇത് ഏതെങ്കിലും ഒന്ന് ഒരുമിച്ച് പറ. ഒരുമിച്ച് ഒറ്റ ഉത്തരം. കുഴിമന്തി. കല്യാണം പിന്നെയും കഴിക്കാമല്ലോ. കുഴിമന്തി ഇരുന്ന് കഴിഞ്ഞാലേ അതിരുന്ന് ചളിക്കും. ഒരു കാര്യം ചെയ്യാമോ? അതെടുത്തോണ്ടങ്ങ് അതോട്ട് പോയി വിളമ്പമ്മ. നമുക്ക് എടുത്തു വെക്ക്. ഞാനും അങ്ങോട്ട് വരാം അമ്മേനെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. കുഴിമന്തി മതിയല്ലോ അല്ലേ? മൂത്ത നിൽക്കുമ്പോ അനിയന്റെ കല്യാണം നടത്തുന്ന പോലും. ഇതൊക്കെ ലോകത്ത് ഒരു വീട്ടിലും നടക്കണല്ല.
ഇനിയിപ്പോ നാട്ടുകാരെ വായിരിക്കണ കേൾക്കാനാണ്. എന്തെല്ലാം പറഞ്ഞു പിടിപ്പിക്കുമെന്ന് അറിയാം നാട്ടുകാർ. അറിയാം, എനിക്ക് അതാലോചിക്കുമ്പോഴാണ് ടെൻഷൻ. എടാ രമേശ, എടാ നീ ഇങ്ങനെ മൂത്തവനായിട്ട് നിൽക്കാൻ നേരത്ത് നിന്റെ അനിയൻ കെട്ടുക എന്ന് പറഞ്ഞാൽ അത് വളരെ മോശമല്ലേടാ. എടി ഗിരിജേ, പത്മാവതിയുടെ മൂത്ത ചെറുക്കൻ രമേശന്റെ കല്യാണം കഴിപ്പിക്കാതെ സുരേഷിന്റെ ഇളയ ചെറുക്കന്റെ കല്യാണം. രമേശൻ എന്തോ കുഴപ്പമുണ്ട്, അതുകൊണ്ടാണ് അനിയനെ പിടിച്ച് കെട്ടിക്കാൻ നോക്കുന്നത്. കണ്ട നാട്ടുകാർ ഇങ്ങനെയൊക്കെ പറഞ്ഞു പരത്തും. എനിക്ക് ഉറപ്പുണ്ട്, പറഞ്ഞു പരത്തും. അങ്ങനെ ഞാൻ വിട്ടുകൊടുക്കൂല. അവന്റെ കല്യാണത്തിന് മുമ്പ് എന്റെ കല്യാണം നടത്തണം. പണ്ട് 5 വർഷം മുമ്പ് ഞാൻ തേച്ചിട്ട് പോയി എൻ്റെ ഒരു ലൈൻ ഉണ്ടായിരുന്നു. ഞാൻ ചെറിയൊരു പ്രശ്നം ഉണ്ടാക്കി ഞാൻ ബ്ലോക്ക് ചെയ്ത്. അൺബ്ലോക്ക് ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ പൊന്നേ, മുത്ത എവിടെടി? എവിടെയാണ് ചക്കരെ? ഞാൻ ഇവിടെ ഉണ്ടടി മുത്ത. നീ മക്കളെ, നിന്നെ കണ്ടിട്ട് എത്ര കാലമായിടി? എടാ, ശബ്ദം കേട്ടപ്പോ തന്നെ എനിക്ക് നിന്നെ കാണാൻ കൊതിയാവണടാ. രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടൊക്കെ നിന്നെ ഓർക്കും. എടാ, എനിക്ക് മുട്ടറ്റ മുടിയില്ലെന്ന് പറഞ്ഞ് നീ എന്നെ ബ്ലോക്ക് ചെയ്ത് പോയതല്ലേ? എന്തിനടി മുട്ടറ്റ മുടി? വെളിയിലിറങ്ങി നടക്കുമ്പോ ചൂലോല തൂത്ത് നടക്കാനാ? എടി ഇപ്പോഴും മുട്ടയാണ് ഫാഷൻ. നിനക്കറിയാം, ഞാൻ ഇന്ന് വരെ കല്യാണം കഴിച്ചിട്ടില്ല, അറിയാമോ? അയ്യോ എന്റെ പൊന്നി, കല്യാണം കഴിച്ചില്ലടാ. ഇല്ല മുത്തേ. എടി ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടാടി. നിനക്ക് എന്നെ കെട്ടാൻ തയ്യാറാണോ? എങ്കിൽ പെട്ടെന്ന് വീട്ടിലോട്ട് വാ. നാളെ രാവിലെ ഏതെങ്കിലും അമ്പലത്തിൽ വെച്ച് നമ്മളെ കെട്ട്. പടാന്ന് പറഞ്ഞിട്ട് വാ. അമ്മ, സുരേഷേ, ഓടി വാങ്ങിട്ട്. എന്താണ് ഇളയ മോന്റെ കല്യാണം നടത്തി അങ്ങ് രസിക്കാനായിരുന്നല്ല രണ്ടുപേരെയും പ്ലാന്. എന്നെ ഇവിടെ നോക്കൂത്തിയായിട്ട് നിർത്തിയിട്ട് അതിനി എന്തായാലും നടക്കൂല. വീട്ടിൽ തുടങ്ങി അത് നടക്കൂല. ഞാൻ എന്റെ കല്യാണം നടത്താൻ തീരുമാനിച്ച്. ഇവന്റെ കല്യാണം നടത്തുന്നതിന് മുമ്പ് ഞാൻ എന്റെ കല്യാണം നടത്താൻ തീരുമാനിച്ച്. എനിക്ക് പഴയ ഒരു ലൈൻ ഉണ്ടായിരുന്നല്ല. അത്രയും ദാരിദ്ര്യത്തിൽ പിടിച്ചോണ്ടോ? ഞാൻ അമ്മയെടുത്ത് പറഞ്ഞോളാം. അമ്മ, എനിക്ക് പഴയ ഒരു ലൈൻ ഉണ്ടായിരുന്നല്ല. അവളെ ഇപ്പൊ ഞാൻ ബ്ലോക്ക് മാറ്റിയിട്ട് ഞാൻ അവളെ വിളിച്ച്. അവള് എന്നെ കെട്ടാൻ തയ്യാറാണ്. ഇപ്പൊ ഇവിടെ വരുമെന്ന് പറഞ്ഞ്. മക്കളെ, കാര്യം നിനക്ക് ജോലിയും കൂലിയില്ല, പെണ്ണൊന്നും കിട്ടൂല. പക്ഷെ മക്കൾ സ്നേഹിച്ച ഏതൊരു പെണ്ണിനെ വീട്ടിൽ കൊണ്ടുവന്നാലും അമ്മ നോക്കിയോളാടാ. അന്നല്ല, അവള് വിളിക്കുന്നു. സർക്കാർ ഉദ്യോഗസ്ഥനും അമ്മയെ കൊണ്ടൊന്ന് കേട്ട് നോക്കണം. അവളെ കിളിനാഥം മക്കളെ. സ്പീക്കർ. പൊന്നേ, മക്കളെ എവിടെടാ? എവിടെയാടി നീ? എടാ, ഞാൻ വേഗം വരാടാ. ഞാൻ വീട്ടിൽ നിന്ന് ഇറക്കാൻ നിക്കണം. ഇത്തിരി തിരക്കിലാടാ ചക്കരെ. കാണാൻ വേണ്ടി അമ്മയെ അനിയനൊക്കെ ഇങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കണം. ഓടി വാങ്ങിക്കോട്ട് വരാടാ. ഞാൻ ഇച്ചിരി തിരക്കിലാടാ, ബിസിയാടാ. ഈ തിരക്കെന്ന് പറഞ്ഞ് കുറെ നേരം കൊണ്ട് പറഞ്ഞോണ്ടിരിക്കണി. എന്തോന്ന് തിരക്കെന്ന് പറ. അത് വേറൊന്നുമല്ലടാ, എന്റെ 3ാമത്തെ കുഞ്ഞിന് പോളിയോ കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ഹെൽത്ത് സെന്റർ നിക്കണേ. അവിടുന്ന് പോളിയം കൊടുത്തൊരു ഓട്ടോ വിളിക്കുന്നേ. ചക്കരേ, നീ എന്തൊരു പറഞ്ഞത്? എന്റെ 3ാമത്തെ കുഞ്ഞിനെ പോളിയോ കൊടുക്കാൻ വേണ്ടി ഹെൽത്ത് സെന്ററിൽ നിക്കണേ. ഇപ്പൊ വരാട്ടാ. നിന്റെ കല്യാണം കഴിഞ്ഞാ? പിന്നെ കല്യാണം കഴിഞ്ഞ് ഭർത്താവാ? അതൊക്കെ ഇട്ടെറിഞ്ഞു പോയില്ലേ? പിന്നെ എന്തിനടി ഞാൻ വിളിച്ചപ്പോ കെട്ടാന്ന് പറഞ്ഞപ്പോ കൂന്ന് പറഞ്ഞ് സമ്മതിച്ചിക്കൊണ്ട് കയറി വന്നത്? അതിപ്പോ സെക്കൻഡ് ഹാൻഡ് ഫോൺ ആണെങ്കിലും പുതിയ ചാർജർ കിട്ടി നമ്മള് മേടിക്കൂലേ? കേട്ടാ ബ്ലോക്ക്ഡ്. അല്ലാതെ ഹലോ, വിളമ്പണില്ലേ? നാളെ ഒരു കല്യാണം ഉണ്ട്, അതിന് പോകുന്ന കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിച്ചല്ല. അല്ലല്ല, അത് ഭയങ്കര അടുത്ത ഒരാളുടെ കല്യാണം. മേടിച്ചോണ്ട് കുഴിമന്തി വിളമ്പണില്ലേ എന്ന്. അങ്ങനെയല്ലല്ലോ, നമ്മുടെ അടുത്ത ഒരാളല്ലേ. അടുത്ത ഒരാളുടെ, പ്രത്യേകിച്ച് ഒരു ചേട്ടന്റെ സ്ഥാനം കാണുന്ന ഒരാളുടെ കല്യാണത്തിന് പോയില്ലെങ്കിൽ അത് മോശമായിട്ട് വരും. രമേശിന് എന്തോന്ന് കല്യാണോടാ? എടാ, രമേശിന് കല്യാണം വിധിച്ചിട്ടില്ല. പിന്നെ എനിക്ക് വിധിച്ചത് കുഴിമന്തിയാണ്. കുഴിമന്തി എങ്കിൽ കുഴിമന്തി കോരി വയ്യമ്മ അങ്ങോട്ട് തിന്നിട്ട്.